പ്രിയമുള്ളവരെ, ഈ സബദീപുത്രന്മാരുടെ അമ്മ ഒരപേക്ഷയുമായി യേശുവിൻ്റെ അടുത്ത് വരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അമ്മ പറയുവാണ്, എൻ്റെ ഈശോയെ എൻ്റെ മക്കളായതുകൊണ്ട് പറയുമല്ല കേട്ടോ, ഇത്രയും നല്ല തങ്കപ്പെട്ട പിള്ളേരെ ഈ ലോകത്തിൽ അങ്ങേക്ക് കാണാൻ പറ്റിയല്ല. വീട്ടിൽ വന്ന യേശുവിനെക്കുറിച്ച് മാത്രമേ അവർക്ക് പറയാൻ നേരമുള്ളൂ. എന്തൊരു സ്നേഹം! ഈശോ ഒന്ന് പുഞ്ചിരിച്ചു, കാരണം ഈശോയ്ക്കറിയാം ഇനി എന്നാ വരാൻ പോണേന്ന്. അമ്മ തുടർന്നു, ഈശോയെ അതുകൊണ്ടേ ഇതിലൊരാളെ അങ്ങയുടെ വലതുവശത്തും ഒരാളെ ഇടതുവശത്തും ഒന്നിരുത്തണേ. ഈശോ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മച്ചി കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ വലതുവശവും ഇടതുവശവും ഒക്കെ ആർക്കുള്ളതാണെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നോ അവർക്കേ കിട്ടുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, യേശു മുഖത്തടിച്ചതുപോലെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നൊരു സത്യമുണ്ട്. അതായത്, പൊന്നമ്മച്ചി എൻ്റെ അടുത്ത് റെക്കമെൻഡേഷൻസ് ഒന്നും നടക്കുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ അർഹത ഇല്ലാത്തവർക്ക് പിൻവാതിലിലൂടെയും പണം വാങ്ങിയൊക്കെ അല്ലെങ്കിൽ റെക്കമെൻഡേഷന് പുറത്തൊക്കെ അർഹതയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നവരും അർഹതയില്ലാത്തവർ ജോലി തേടി പോകുന്നവരും ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ അർഹതയില്ലാത്തവർക്ക് എന്ത് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും പണം നൽകിയാലും അർഹതയില്ലാത്തവരുടെ മുന്നിൽ കാലുമടക്കാനുള്ള മുട്ടും മടക്കാതിരിക്കാനുള്ള ധൈര്യവും സത്യസന്ധതയും ഈശോ നമുക്ക് നൽകട്ടെ എന്ന് യേശുവിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.